ഈ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു സാധ്യത നന്നായി അറിയുന്നത് കൊണ്ടായിരിക്കാൻ തോന്നുന്നു ടെറസിൽ ഇത്രയും ചെടികൾ നിന്നിട്ടും താഴേക്ക് ബിൽഡിങ്ങിന് യാതൊരു കേടും കൂടാതെ നിലനിർത്താനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാനത് അന്നേ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തിക്നെസ് കൂട്ടി തന്നെ പിന്നെ വാട്ടർ ടാങ്ക് ചെയ്യുന്ന രീതിയിലാണ് റൂഫ് ഫ്ലാറ്റ് ആയിട്ട് മുഴുവൻ ചെയ്തതും ഇതിന്റെ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് അതും കൂടി മനസ്സിലാക്കട്ടെ. ടെറസിൽ ചെടി വെക്കുന്ന ആളുകള് ആദ്യം തന്നെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ്. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ എൻ്റെ സൈക്കിൾ യാത്ര ആരംഭിച്ചത് 2012 മുതലാണ് കേട്ടോ. അന്നൊക്കെ ജോലി സ്ഥലത്തേക്കും ഷോപ്പിലേക്കും ഒക്കെ മാത്രം പോവാൻ. പിന്നെ അതിനുശേഷം 2024 ഫോർട്ട് പെഡലേഴ്സ് പാലക്കാട് എന്ന് പറഞ്ഞൊരു സൈക്കിൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്തതോടുകൂടി നമുക്ക് ലോങ് ഡ്രൈവുകൾക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടായി. അങ്ങനെ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ച കുറച്ച് ആളുകൾ ജയറാമേട്ടൻ, ശ്യാം, ലിജോ പനങ്ങാടൻ, ജിബിൻ, രാധാകൃഷ്ണൻ ചേട്ടൻ, സച്ചി, മൻസൂർ സാർ, ഇനിയും കുറെ ആളുകളുണ്ട് കേട്ടോ. അവരുടെയൊക്കെ പ്രേരണ എന്ന് പറഞ്ഞാൽ അവര് ഡ്രൈവ് ചെയ്യണത് കൂടുതൽ ലോങ് ഡ്രൈവുകൾ കണ്ടപ്പോഴാണ് നമുക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്. അപ്പൊ അവരുടെ പ്രോത്സാഹനം. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കോങ്ങാമ്പാറയിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പൊൽപ്പുള്ളിയിലേക്ക് ഒരു യാത്ര പോവുക. ആ പാലക്കാടിന്റെ കൃഷിസ്ഥലങ്ങളിലെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര. ക്യാമറ നമ്മളെ സൈക്കിളിന്റെ മേലെ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ചെറിയ ജർക്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ചെക്ക് ഡാം കണ്ടു. നല്ല ഭംഗിയിൽ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റിയ ചെറിയൊരു സ്ഥലമാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ നിന്നു. വീണ്ടും പുറപ്പെട്ട് ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. നമുക്ക് ആളെ പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ ദിനേശ് സൗവർണിക. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പാലക്കാട് പൊൽപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഈ ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ. ഒരു 2 മാസം മുന്നത്തെ കർഷക സ്ത്രീയില് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു അഡീനിയം തോട്ടം സ്വന്തമായി നിർമ്മിച്ചെടുത്തൊരു വ്യക്തി. നമുക്ക് ആളെ പരിചയപ്പെടാം. പേര്? മുരളി. നമസ്കാരം. മുരളി അല്ലേ? ജോലി എന്താ? ഞാനൊരു ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആണ്. ഈ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു സാധ്യത നന്നായി അറിയുന്നത് കൊണ്ടായിരിക്കാൻ തോന്നുന്നു ടെറസിൽ ഇത്രയും ചെടികൾ നിന്നിട്ടും താഴേക്ക് ബിൽഡിങ്ങിന് യാതൊരു കേടും കൂടാതെ നിലനിർത്താനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാനത് അന്നേ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തിക്നെസ് കൂട്ടി പിന്നെ വാട്ടർ ടാങ്ക് ചെയ്യുന്ന രീതിയിലാണ് റൂഫ് ഫ്ലാറ്റ് ആയിട്ട് മുഴുവൻ ചെയ്തതും ഇതിന്റെ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് അതും കൂടി മനസ്സിലാക്കട്ടെ. ടെറസിൽ ചെടി വെക്കുന്ന ആളുകള് ആദ്യം തന്നെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ്. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ആ മാഗസിനിൽ കണ്ടത് അഡീനിയത്തിന്റെ വലിയൊരു കളക്ഷനാണ് കാണിച്ചത്. ഇപ്പൊ ഞാൻ വന്നപ്പോൾ 3 ലെയറുകളായിട്ട് താഴത്തും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലെ ടെറസിലും പിന്നെ ബാൽക്കണി സൈഡിൽ എല്ലായിടത്തും അഡീനിയ ഇരിക്കുന്നുണ്ട്. ഒരു 10,000-4,000 ചെടികളിലേറെ 5,000 ചെടികളിലേറെ ഉണ്ടായിരിക്കാൻ തോന്നുന്നു. എണ്ണാൻ പറ്റില്ല, അത്രയും ടെറസ് മുഴുവൻ ഇരിക്കുക. ഈ അഡീനിയത്തിന് കമ്പം തോന്നാൻ കാരണം എന്താ? അഡീനിയം നമുക്ക് കൃഷി ചെയ്താൽ ഞാൻ നേറ്റീവ് എൻ്റെ ഇവിടെയല്ല, മൂവാറ്റുപുഴയാണ്. അപ്പോ എനിക്കൊരു 4 ദിവസം വീട്ടിൽ പോകണം. നമുക്കത് വെള്ളം ഒഴിക്കാനൊന്നും ഒരാളെ ഏൽപ്പിക്കാം. ഈ വെള്ളം ഒഴിക്കുന്നതിന് ഒരു പ്രശ്നങ്ങളോ ചെടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു 4 ദിവസം കഴിഞ്ഞ് വന്ന് വെള്ളം ഒഴിച്ചാലും. അങ്ങനെയാണ് എനിക്ക് ചെടികൾ കൂടുതൽ ഞാൻ വളർത്തി. എനിക്ക് എല്ലാ ചെടികളും ഇഷ്ടമായിരുന്നു. ഇത് എനിക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിത് മതി എന്നുള്ള കാരണം പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് തുടങ്ങിയ ഒരു സാധനം അതിങ്ങനെ താല്പര്യം തോന്നി. അങ്ങനെ ഈ ഇത്രയും അഡീനിയം കമ്പം തോന്നി. ഇങ്ങനെ കിട്ടാവുന്ന സ്ഥലത്തു നിന്നെല്ലാം ചെടികൾ കളക്ട് ചെയ്തു ഇത്രയും വളർത്തി മനോഹരമായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നേരിടുന്ന ഈ കൃഷിക്ക് അല്ലെങ്കിൽ ഈ അഡീനിയം വളർത്തലിന് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാ? പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ഈ കോഡക്സ് കേട് വരുന്നതാണ് ഏറ്റവും അഴുകി പോകുന്നു. അത് നമ്മൾ അറിയില്ല. ഈ ചെടി കേട് വന്നു കഴിഞ്ഞാൽ നമ്മള് അത് മേലെ എത്തി ചെടികളുടെ എന്താ പറയാ കോഡക്സിന്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് നമ്മളിതിന്റെ അറിയുള്ളൂ. അതൊരു വലിയ പ്രശ്നം. പക്ഷെ സാധാരണ ഉള്ളവർക്ക് ആ ചെറിയ നമ്മൾ എന്നും നിരന്തരം ശ്രദ്ധിച്ച് ഇപ്പൊ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ ഇനി അത് ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നിരിക്കും. കാരണം കളറിലൊരു ചെറിയ കോഡക്സിൽ ചേഞ്ചിന് വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചാൽ ശ്രദ്ധിക്കാന്ന് തോന്നുന്നു. അതായത് നമ്മൾ എപ്പോഴും തോട്ടത്തിൽ വന്ന് ഉദ്യോഗത്തിൽ ഒരു നേരെങ്കിലും നമ്മുടെ ചെടികളുടെ അടുത്ത് എന്നും എല്ലാ ചെടികളുടെ അടുത്തും പിന്നെ ഇതിനൊരു ഇൻട്രസ്റ്റ് വന്ന വേറൊരു കാരണം എന്താ വെച്ചാൽ ഈ ഒരു ചെടി നമ്മളിപ്പോ ഇതിനൊരു സീഡ് ഉണ്ടായി നമുക്ക് കിട്ടിയെന്ന് വെച്ചു. ആ സീഡിൽ നിന്നുണ്ടാവുന്ന പൂക്കള് ചെടികൾ ഈ മദർ പ്ലാന്റ് ചെടി ആയിരിക്കില്ല, പൂക്കളായിരിക്കില്ല. വെറൈറ്റി ഇങ്ങനെ നമ്മുടെ ഒരു തലമുറ നമുക്ക് ഏത് കളറാണെന്ന് പറയാൻ പറ്റില്ല. പൂത്തതിന് ശേഷം ആ പൂത്ത് കഴിയുമ്പോൾ
നമുക്ക് കിട്ടുന്ന ചെടികളെല്ലാം മദർ പ്ലാന്റിന്റെ ആയിരിക്കില്ല. വ്യത്യസ്ത ഷെയ്ഡ് വ്യത്യാസം എന്നും ഈ ചെടി മാർക്കറ്റിൽ നിലനിൽക്കും. കാരണം പൂക്കളും വ്യത്യാസം വരുന്നതുകൊണ്ട് അനുസരിച്ചിട്ട് പിന്നെ ഇതിൽ ഏറ്റവും എളുപ്പം നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഗ്രാഫ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ചെടിയാണ് അഡീനിയം എന്നുള്ളത്. അപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ചെടികളെല്ലാം ഒന്ന് കാണണം. പിന്നെ നമുക്ക് ഇവിടുത്തെ അതായത് അഡീനിയം പുറത്തേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അറിയണം. പിന്നെ വല്ല എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും അങ്ങനത്തെ എക്സിബിഷനിലോ മലമ്പുഴ പുഷ്പമേളയ്ക്ക് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം, ഈ വർഷം പോയില്ല. പക്ഷെ അത് നമ്മൾ പോയി നന്നായിട്ട്, കാരണം ഒരു പ്രതീക്ഷയില്ല. ആളുകളുടെ മുന്നിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ കച്ചവടക്കാരനായിരുന്നില്ല. എന്നെ എന്റെ കൂട്ടുകാരെല്ലാരും നീ എന്തിനാ ഇത് ഇങ്ങനെ വെച്ചേക്കണേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി എന്താ പറയാ ഗിൽബർട്ട് ജോസ് എന്ന് പറഞ്ഞ സാറുണ്ട് അവിടെ, പിന്നെ നമ്മുടെ പാലക്കാട് അജയ് സാറുണ്ട്, ഇവരൊക്കെ നമ്മള് ഒരു മുസ്തഫ സാറുണ്ട്, ഇങ്ങനെ കുറെ ആളുകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ ആളുകളുണ്ട്. പ്രോത്സാഹിപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തെറ്റിനെ തിരുത്തി തന്ന് അവര് ഇത് ചെയ്യേണ്ടതാണെന്ന് പറയുന്ന ബോധ്യപ്പെടുത്തി തന്നെ അവരാണ്. കാരണം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളിത് ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ഒരാളോട് 500 രൂപ വേണം, 300 രൂപ അങ്ങനെ ബാർഗൈൻ ചെയ്ത് നമുക്ക് അങ്ങനെ അത്ര അതിനെ പറ്റി. അപ്പൊ അതിന് ഇവരുടെ ധൈര്യത്തിലാണ് നമ്മൾ ആദ്യം ഈ മലമ്പുഴയ്ക്ക് പോകുന്നത്. മലമ്പുഴയ്ക്ക് പോയി ആ വർഷം നല്ല രീതിയിൽ ബിസിനസ് നടന്നു. പിന്നെ ഞാൻ എല്ലാവരും അറിയാൻ തുടങ്ങി. ഞാനൊരു അടിയനത്തിന്റെ ആളും കൂടിയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഏകദേശം ഇത്രയും കൊല്ലമായിട്ട് പാലക്കാടുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളുള്ളത് നമുക്ക് അറിയില്ല. ആ മാഗസിനിൽ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് അടീനിയത്തിന്റെ ചെടികളിലും അതിന്റെ പൂക്കളുടെയും മറ്റുള്ള പൂക്കൾ ഇപ്പൊ ഇല്ല. ഞാൻ ഇപ്പൊ വന്നത് എന്താ അറിയോ, ജസ്റ്റ് ആളെ പരിചയപ്പെടാൻ വേണ്ടി മാത്രം വന്നതാ. ഇവിടെ ഇപ്പൊ മഴ സമയമല്ലേ, കുറെ എണ്ണത്തിന് ഈ മഴയുടേതായ ബാധിച്ച പ്രശ്നങ്ങൾ, അതായത് ഇലയൊക്കെ കൊഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ഇനി പൂവിട്ട് കഴിഞ്ഞാലാണ് ഇതൊരു വലിയൊരു എന്താ പറയാ ഒരു തോട്ടം ആയിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുക.